തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്നു. യുവാവിൻ്റേത് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കണ്ണൂർ സ്വദേശികളായ 4 പേരെ പോലീസ് തിരയുന്നു. മേട്ടുപ്പാളയം സ്വദേശിയാണ് മരിച്ചത്. തൃശൂർ പാലിയേക്കരയിൽ നിന്ന് ഇവരെ വാഹനത്തിൽ കയറ്റി മറ്റൊരിടത്ത് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേർന്നു. മനോജ്, എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ്, കയ്പമംഗലം ഫിഷറി സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാറിൽ വന്ന 4 പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. അതായത് ഈ ആംബുലൻസിൽ കയറ്റിയ ശേഷം ഞങ്ങൾ പിന്നാലെ കാറിലുണ്ട് എന്ന് പറഞ്ഞാണ് ഈ സംഘം കടന്നു കളഞ്ഞത്. ഇതിൽ തന്നെ ഈ മേട്ടുപ്പാളയം സ്വദേശിയായിട്ടുള്ള അരുൺ എന്ന് പറയുന്ന ആളാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ തന്നെ കയ്പമംഗലം പോലീസാണ് ഈ അന്വേഷണം നടത്തിയത്. 40 വയസ്സുള്ള അരുണിനെ ഈ പരിക്കേറ്റു എന്ന് പറഞ്ഞ് ആംബുലൻസിൽ കയറ്റുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് വിടുന്നു. എന്നാൽ ഈ 4 പേരടങ്ങുന്ന സംഘം പിന്നാലെ ഉണ്ട് എന്ന് പറഞ്ഞ് കാറിൽ കടന്നു കളയുകയായിരുന്നു. ഇതിൽ സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ സുഹൃത്തുക്കളെയും പോലീസ് തിരയുന്നുണ്ട്. ഈ കണ്ണൂർ സ്വദേശികളായിട്ടുള്ള യുവാക്കളെയാണ് ഇപ്പോൾ തിരയുന്നത്. ഇതിൽ പട്ടണത്തറായിലെ എസ്റ്റേറ്റിലാണ് ഈ അരുണിനെയും അതുപോലൊപ്പം തന്നെ സുഹൃത്തിനെയും മർദ്ദിച്ചതായി വിവരം ലഭിക്കുന്നത്. അവിടെ വെച്ച് മർദ്ദിച്ച ശേഷം ഇത്തരത്തിൽ കൊലപാതകത്തിന് ശേഷമാണ് ഈ ആംബുലൻസിലേക്ക് കയറ്റി വിട്ടത് എന്നുള്ളതാണ് നിഗമനം. ഇതിൽ റൈസ് പുള്ളർ തട്ടിപ്പിൽ നഷ്ടപ്പെട്ടിട്ടുള്ള 10 ലക്ഷം രൂപ തിരികെ കിട്ടാനാണ് ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്. ഈ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ഈ അരുൺ മരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എത്രയും വേഗം ഈ പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് കയ്പമംഗലം പോലീസ്.